ഹലോ എവറി വൺ. നമ്മൾ പബ്ലിക് ഓർഗനൈസേഷൻസിലെ ഫസ്റ്റ് പോർഷൻ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് ലാസ്റ്റ് വീഡിയോയിൽ കവർ ചെയ്തിരുന്നു. ഇന്ന് നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ നിലവിൽ വരുന്നത് പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന സ്പെഷ്യൽ ആക്ടിൻ്റെ ബേസിസിലാണ് നിലവിൽ വരുന്നത്. ഇതിൽ സ്പെഷ്യൽ ആക്ട് എന്ന് പറയാൻ ആ ഒരു പർപ്പസിന് വേണ്ടി അത് പാസ്സാക്കുന്ന ഒരു ആക്ടാണ്. അതുകൊണ്ടാണ് അത് സ്പെഷ്യൽ ആക്ടിൽ വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. RBI നിലവിൽ വന്നത് RBI ആക്ടിൻ്റെ ബേസിലാണ്. അങ്ങനെ സ്പെഷ്യൽ ആക്ടിൻ്റെ ബേസിൽ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന സ്പെഷ്യൽ ആക്ടിൻ്റെ ബേസിലാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ നിലവിൽ വരുന്നത്. ഈ ആക്ടിൽ തന്നെയാണ് ആ ഓർഗനൈസേഷൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൽ എംപ്ലോയീസ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അതെല്ലാം ഈ ആക്ടിൽ തന്നെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചാണ് ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതും എല്ലാം. ഇതൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ സ്പെഷ്യൽ ആക്ട് അനുസരിച്ച് ഫോം ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ഫോം ചെയ്യാനുള്ള എക്സ്പെൻസ് ഗവൺമെൻറ്റാണ് ചെയ്യുന്നതെങ്കിലും ബാക്കി അതിൻ്റെ ആക്ടിവിറ്റീസ് റൺ ചെയ്യാനുള്ള ഫണ്ട് ഈ ഓർഗനൈസേഷൻ തന്നെയാണ് കണ്ടെത്തുന്നത്. ഒന്നുകിൽ ഇവർ ഗവൺമെൻറ്റിൽ നിന്ന് ബോറോ ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ ആക്ടിവിറ്റീസിലൂടെ ഗുഡ്സ് സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഇവരുടെ ആക്ടിവിറ്റീസിലൂടെ തന്നെയാണ് ഇവർ ഫണ്ട്സ് കണ്ടെത്തുന്നത്. സോ അതുകൊണ്ട് ഇത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ നിന്ന് അലോക്കേഷൻ കിട്ടണമായിരുന്നു. ബട്ട് ഇതിൽ അങ്ങനെയില്ല. അതുകൊണ്ട് ഇവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഇപ്പോൾ RBI ആക്ട് അനുസരിച്ച് RBI നിലവിൽ വന്നത് അതിനൊരു സ്പെഷ്യൽ വർക്കിംഗ് ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയാണ്. RBI എന്താ ചെയ്യുന്നത്, ബാങ്ക്സിനെ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മോണിറ്റർ ചെയ്യുക, അവരുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, അതെല്ലാമാണ് RBI ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഇടയ്ക്ക് പേപ്പറിൽ അല്ലെങ്കിൽ ന്യൂസിൽ കാണുന്നുണ്ടാവും RBI പലിശ നിരക്ക് വെട്ടിക്കുറച്ചു, അല്ലെങ്കിൽ പലിശ നിരക്ക് കൂട്ടി. അതനുസരിച്ചാണ് ബാങ്ക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുന്നത്. ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ FDയുടെ ഇൻട്രസ്റ്റ് ആണെങ്കിലും അതെല്ലാം ചേഞ്ച് വരുന്നത് അതനുസരിച്ചൊക്കെയാണ്. സോ അങ്ങനെ ഒരു സ്പെഷ്യൽ പർപ്പസിന് അല്ലെങ്കിൽ സ്പെഷ്യൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ വേണ്ടിയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഫോം ചെയ്യുന്നത്. ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട്, അതൊരു കോർപ്പറേറ്റ് പേഴ്സണായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിലാണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് പോർഷനായിട്ടാണ് അത് വരുന്നത്. നമ്മൾ പഠിച്ചല്ലോ, അതിന് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ഇല്ല. ബട്ട് ഇതങ്ങനെയല്ല, ഇതൊരു കോർപ്പറേറ്റ് പേഴ്സണായിട്ട്, അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് പേഴ്സണായിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സ്വന്തമായിട്ട് അതിൻ്റെ പേരിൽ പ്രോപ്പർട്ടീസ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം, മറ്റാർക്കെങ്കിലും ആ ഒരു എൻറ്റിറ്റിക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം. അതെല്ലാം ചെയ്യാനുള്ള റൈറ്റും കപ്പാസിറ്റിയും ഉള്ളൊരു കോർപ്പറേറ്റ് പേഴ്സണാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്. ഇതൊരു ശരിക്കും നല്ലൊരു കോമ്പിനേഷനാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സും ഉണ്ട്. ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അതിലുണ്ട്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിൽ പഠിച്ചിരുന്നു, അതിന് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. അതതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് നമ്മൾ പഠിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സും ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഇൻ വർക്കിങ്ങും ഉണ്ട്. സോ അതൊരു നല്ല കോമ്പിനേഷനാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ് എക്സാമ്പിളായിട്ട് വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയാം, അല്ലെങ്കിൽ LIC, SBI, അതെല്ലാം അതിന് എക്സാമ്പിളാണ്. ഇപ്പോൾ SBI ആണെങ്കിലും LIC ഒക്കെ ആണെങ്കിലും അത് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് എടുത്തല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. അവരുടെ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് ആവശ്യമായ ഫണ്ട് അവർ കണ്ടെത്തുവാണ്. അവരത് ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് അവരുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ എല്ലാത്തിനും അവർക്ക് ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. ഇവർക്ക് ഫണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് ട്രഷറിയിൽ നിന്ന് എടുക്കണമായിരുന്നു. സോ അവരതിനു വേണ്ടി ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതാണ് ഇതും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇതൊരു കോർപ്പറേറ്റ് പേഴ്സണായിട്ട്, ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ്, ഫസ്റ്റ് വൺ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പാർലമെൻറ്റിലെ ഒരു സ്പെഷ്യൽ ആക്ട് അനുസരിച്ചാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പവേഴ്സ്, ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതനുസരിച്ചാണ് ഈ ഓർഗനൈസേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എല്ലാ കാര്യങ്ങളും ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ ആക്ട് അനുസരിച്ച് ജസ്റ്റ് ഒരു എൻറ്റിറ്റി രൂപീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദിസ് ഇസ് ഹോളി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് മീൻസ് ഇവിടെ ഗവൺമെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സംസ്ഥാനം എന്നൊരു സ്റ്റേറ്റ് അല്ല ഇത് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഗവൺമെൻറ് ആണ് ഇത് ഓൺ ചെയ്യുന്നത്. അതങ്ങനെ പറയാൻ കാര്യം പാർലമെൻറ്റിലെ ആക്ട് അനുസരിച്ചാണ് ഇത് നിലവിൽ വന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ഇനീഷ്യൽ ഫണ്ടിങ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് അതിൻ്റെ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നതെല്ലാം. അതിനുശേഷം ഇവരുടെ ഡേ ടു ഡേ അഫയേഴ്സിന് അല്ലെങ്കിൽ ഡേ ടു ഡേ ഫങ്ഷൻസിനുള്ള എമൗണ്ട് ആണ് ഇവർ തന്നെ ഇവരുടെ ആക്ടിവിറ്റീസിലൂടെ കണ്ടെത്തുന്നത്. സോ ഇത് ഹോളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ആണ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ല. ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് മീൻസ് ഗവൺമെൻറ്. ഇപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ആണ് ഇത് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിനാണെന്ന് പറയാൻ കാര്യം ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ വർക്ക് ചെയ്തിട്ട് അവർ തന്നെയാണ് അവരുടെ ആക്ടിവിറ്റീസിനുള്ള പൈസ കണ്ടെത്തുന്നത്. പക്ഷേ ഏതെങ്കിലും കേസിൽ അതൊരു ഭയങ്കര ലോസിലേക്ക് പോകാമെന്ന് വെച്ചു, ഒത്തിരി ലോസ് വന്നു. അപ്പോൾ അവർ തന്നെ വിചാരിച്ചാൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു ലോസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് വരുവാണെങ്കിൽ അതിൽ ഗവൺമെൻറ് ഇടപെടും. ഗവൺമെൻറ് അതിൽ ഫണ്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്താണോ അസിസ്റ്റൻസ് കൊടുത്ത് അവരത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂടുതലാണെങ്കിലും അത് ഇവർ തന്നെയാണ് മാനേജ് ചെയ്യുന്നതെങ്കിലും ഗവൺമെൻറ് എന്തെങ്കിലും ആവശ്യങ്ങൾ എമർജൻസീസ് വരുവാണെങ്കിൽ അത് അവർക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഗവൺമെൻറ് ഓൺലി ഓൺഡ് ബൈ ദ ഗവൺമെൻറ് പറയുന്നത്. അവർ വർക്കിങ്സ് ഒക്കെ അവർ സെപ്പറേറ്റ് ആണ്. പക്ഷേ എന്നാലും എന്തെങ്കിലും എമർജൻസി കേസിൽ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ, ലോസസ് എന്തെങ്കിലും വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യും അതിൽ. ഇത് സെപ്പറേറ്റ് ഒരു ബോഡി കോർപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെ പേരിൽ കേസ് നടത്താനോ അല്ലെങ്കിൽ അത് ഇപ്പോൾ എക്സാമ്പിൾ RBIക്ക് ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കണമെങ്കിൽ RBI എന്നുള്ള ഇതിൽ തന്നെ കേസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രാക്റ്റ് ശരിയായിട്ട് ചെയ്യാത്തതുകൊണ്ടോ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് അങ്ങനെ എന്തിനെങ്കിലും RBIക്ക് എതിരെ കേസ് കൊടുക്കണമെങ്കിലും അങ്ങനെ ചെയ്യാൻ സാധിക്കും. കാരണം അതൊരു സെപ്പറേറ്റ് കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാം, പ്രോപ്പർട്ടി സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. നോർമലി ഒരു ഇൻഡിവിജ്വൽ എന്താണോ ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം, അതായത് ഇതുപോലെ കേസ് കൊടുക്കൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിക്കൽ, പ്രോപ്പർട്ടി സെല്ല് ചെയ്യൽ, അതെല്ലാം ഇതിനും ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് നോർമലി ഇൻഡിപെൻഡൻ്റ്ലി ഫിനാൻസ്ഡ് ആണ്. കാരണം ഇവർക്ക് ബഡ്ജറ്റിൽ നിന്നുള്ള വിഹിതമോ അല്ലെങ്കിൽ ഗവൺമെൻറ് ട്രഷറിയിൽ നിന്നുള്ള വിഹിതമോ ഒന്നും വരുന്നില്ല. നോർമലി ഇവർക്ക് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ വർക്കിങ്ങിൽ തന്നെ ഗുഡ്സ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അതിനുള്ള ഇൻകം ഉണ്ടാക്കുന്നത്. പിന്നെ എന്തെങ്കിലും കേസിൽ ആവശ്യം വന്നാൽ ചിലപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ബോറോ ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ SBIയുടെ കേസൊക്കെ പറഞ്ഞു. SBI LIC SBI എന്താ ചെയ്യുന്നത്, അവർ FDs ലോൺ കൊടുത്തിട്ട് ആളുകളിൽ നിന്ന് FD കളക്ട് ചെയ്യുന്നു, അത് ലോൺ കൊടുക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിഫറൻസ് അവർക്ക് ഇൻകം ആയിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ആക്ടിവിറ്റീസിലൂടെ തന്നെയാണ് അവർ റവന്യൂ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ റവന്യൂ അവരുടെ രീതിയിൽ, ഇപ്പോൾ അവരുടെ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേത് രീതിയിലാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ അവർക്കത് യൂസ് ചെയ്യാനും സാധിക്കുന്നു. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചേ, ട്രഷറിയിൽ നിന്ന് ക്യാഷ് എടുക്കുന്നതുകൊണ്ട് റവന്യൂ കിട്ടുന്നത് മുഴുവൻ തിരിച്ച് ട്രഷറിയിലേക്ക് തന്നെ കൊടുക്കണം എന്ന്. അപ്പോൾ ഇതിലങ്ങനെയല്ല, ഇവർക്കത് യൂസ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. പിന്നെ ഇത് ഫുള്ളി ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലാത്തത് കൊണ്ട് ഗവൺമെൻറ് ഓർഗനൈസേഷന് ബാധകമായ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇവർക്ക് ബാധകമല്ല. നമ്മൾ നേരത്തെ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിൽ പഠിച്ചിരുന്നല്ലോ. അതിന് ഗവൺമെൻറ് എംപ്ലോയീസിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസസിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എന്ത് ഓഡിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ അവർ ഫോളോ ചെയ്യണമെന്ന്. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അങ്ങനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ഗവൺമെൻറ് അല്ല. ഞാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവാനും അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ബഡ്ജറ്റിൽ നിന്ന് പ്രത്യേകിച്ച് വിഹിതം ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ എല്ലാ വർഷവും ബഡ്ജറ്റ് നടക്കാറുണ്ടല്ലോ. അപ്പോൾ ബഡ്ജറ്റിൽ പിന്നെ ഓർഗനൈസേഷന് ഇത്ര ബഡ്ജറ്റിൽ നിന്ന് വിഹിതം കൊടുത്തു അങ്ങനെയൊക്കെ നിങ്ങൾ ന്യൂസ് കാണാറുണ്ടല്ലോ. സോ ഇതിന് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന് അങ്ങനെ ബഡ്ജറ്റിൽ നിന്ന് വിഹിതമൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ എംപ്ലോയീസിനെ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലെ എംപ്ലോയീസിനെ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസ് എന്നല്ല പറയുന്നത്. നോർമലി ഗവൺമെൻറ് ഓഫീസസിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിൽ വർക്ക് ചെയ്യുന്നവർ നമ്മൾ എന്താ പറയുന്നത്, ഗവൺമെൻറ് എംപ്ലോയീസ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പറയുന്നത്. പക്ഷേ ഇവരെ ഗവൺമെൻറ് എംപ്ലോയീസ് എന്നല്ല പറയുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല ഇവർക്ക് ബാധകമാകുന്നത്. ആക്ടിൽ സ്പെഷ്യൽ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഫേം കോർപ്പറേഷൻ ആയതുകൊണ്ട് ആക്ടിൽ എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ പറഞ്ഞേക്കുന്നത് അതാണ് ഇവർക്ക് ബാധകമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ജോലിയുടെ കണ്ടീഷൻസും എംപ്ലോയീസിനെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ
ആ രീതികളും എല്ലാം പ്രൊവിഷൻസും അതെല്ലാം ഈ ആക്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് വരുന്നത്. നോർമലി ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത് പോലെയല്ല ഇതിൽ വരുന്നത്. ചില കേസിൽ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ആളുകളെ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് എടുക്കാറുണ്ട്. എന്തെങ്കിലും എമർജൻസി കേസ് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇത് ഹെഡ് ചെയ്യാൻ ആളുകളുടെ എന്തെങ്കിലും ആവശ്യം വന്നാലൊക്കെ മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും ആളുകളെ ഡെപ്യൂട്ടേഷനിൽ എടുക്കാറുണ്ട്. ഇനി നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. ആ ഫീച്ചേഴ്സ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഈസി ആയിട്ട് മനസ്സിലാവും, നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഫസ്റ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ഫങ്ഷനിങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഇതിൽ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നില്ല, ഇവർ തന്നെയാണ് ഇവരുടെ ഓപ്പറേഷൻസിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ആക്ടിൻ്റെ ബേസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നതും എല്ലാം. സോ അവർക്ക് അതിൻ്റെ ഫങ്ഷനിങ്ങിൽ അത് വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് ആ ഇൻഡിപെൻഡൻസ് ഫീൽ ചെയ്യും, ഇൻഡിപെൻഡൻസ് ആയിട്ട് അവർക്ക് അതിൻ്റെ ഫങ്ഷനിങ് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു അതിൽ ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ തീരെ കുറവാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ നല്ല ഡിഗ്രിയിൽ നല്ല ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ അനാവശ്യ കൺട്രോളോ അനാവശ്യ റെഗുലേഷൻസോ ഒന്നും ഇതിൽ വരുന്നില്ല. ആക്റ്റിൽ എന്താണോ സ്പെസിഫൈ ചെയ്തേക്കുന്നത് അതനുസരിച്ചാണ് ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ലാത്ത കൺട്രോളും റൂൾസും റെഗുലേഷൻസും ഒന്നും ഇതിൽ ബാധകമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് കുറവാണ്. കാരണം ഗവൺമെൻറ് അല്ല ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്, അവരുടെ ഇൻകം അവരുടെ റവന്യൂ അവരുടെ ആക്ടിവിറ്റീസ് നിന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അനാവശ്യമായ ഫിനാൻഷ്യൽ ഇൻ്റർഫിയറിങ് കുറവാണ്. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടൊരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് വന്നാൽ ഗവൺമെൻറ്റിന് പറയാം അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, തിരിച്ച് ഗവൺമെൻറ്റിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചാണ് ഞാനൊരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ അയാൾ പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥമാവുമല്ലോ. ബട്ട് ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇവർ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അനാവശ്യ റെഗുലേഷൻസ് അനാവശ്യ റൂൾസ് എന്നൊക്കെ ഇവർക്ക് എസ്കേപ്പ് ആവാൻ സാധിക്കും. സോ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഈസ് ലെസ്. അത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അവർ തന്നെ അവരുടെ പോളിസീസ് തന്നെ ഫ്രെയിം ചെയ്യുന്നതുകൊണ്ട് ഈ ആക്ടിലനുസരിച്ച് ഈ ആക്ടിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചാണ് അവരവരുടെ പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനാവശ്യ ഇൻ്റർഫിയറൻസ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ളത് അവർക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ആക്ടിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുതെന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് അവരുടെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വരുന്നത്. സോ അത് ഇതിൻ്റെ ഒരു മെറിറ്റാണ്. നെക്സ്റ്റ് വൺ, ഇതിൽ ചില ഇഷ്യൂസ് ചിലപ്പോൾ വരാവുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാം എന്നെല്ലാം പറയുമെങ്കിലും ചിലപ്പോൾ കുറച്ച് വലിയ എമൗണ്ടിൻ്റെ, അതായത് ഒരു ലാർജ് സം ഓഫ് മണി വരുന്ന എന്തെങ്കിലും ഡിസിഷൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് അർജൻറ്റ് മാറ്റർ, ഒരു കുറച്ച് ഹൈ റിസ്കി അങ്ങനെയുള്ള മാറ്റേഴ്സൊക്കെ ആണെങ്കിൽ ഇവർക്ക് ചിലപ്പം മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ എടുക്കേണ്ടി വരാറുണ്ട്. ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ നോർമൽ ആക്ടിവിറ്റീസിൽ വരുന്നതൊക്കെ ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ബട്ട് ഒരു എബവ് ഒരു ലിമിറ്റൊക്കെ ആണെങ്കിൽ മാത്രം ഇവർ അപ്രൂവൽ എടുക്കേണ്ട കേസ് ചിലപ്പോൾ വരാറുണ്ട്. പിന്നെ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനും എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കുന്നു. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഒന്നിനും മെറിറ്റ്സ് മാത്രമായിട്ട് വരില്ലല്ലോ, ലിമിറ്റേഷൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വൺ, നോട്ട് എൻജോയ് ദാറ്റ് മച്ച് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയല്ലേ തൊട്ട് മേളിൽ മെറിറ്റായിട്ട് പറഞ്ഞത് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതെന്താ പിന്നെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. ഇപ്പോൾ നമ്മൾ നോർമലി ബുക്സിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ റൂൾസിൽ പറയുമ്പോഴോ ഒക്കെ നമ്മൾ പറയുന്ന എല്ലാ രീതിയിലും നമുക്ക് ആക്ച്വലി ശരിക്കും നടക്കാറില്ലല്ലോ. അപ്പോൾ റൂൾസിൽ പറയുമ്പോൾ അവർക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഒറിജിനൽ കേസിൽ, അതായത് ഡേ ടു ഡേ ലൈഫിൽ വരുമ്പോൾ ഗവൺമെൻറ്റാണ് ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഉണ്ടാവും. ഗവൺമെൻറ് പറയുന്ന രീതിയിൽ ഇവർക്ക് പോകേണ്ടി വരും. കാരണം ഗവൺമെൻറ് അത് ഇതിൻ്റെ മേളിൽ ഒരു വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്.
സോ ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇവരുടേതായ രീതിയിൽ ഇഷ്ടമുള്ള പോലെ ഏതെങ്കിലും ഡിസിഷൻസ് എടുക്കാനോ അത്ര ഫ്ലെക്സിബിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ അതിനെ എതിർത്തിട്ട് ഇവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവർക്ക് എന്തെങ്കിലും അത്ര എമർജൻസി ഒക്കെ വന്നാലും ഫണ്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഗവൺമെൻറ് തന്നെയാണ്. സോ ഇവർക്ക് അത് അങ്ങനെ ഫുള്ളായിട്ട് അവർ പറയുന്നത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് വൺ, ഗവൺമെൻറ്റിൻ്റെയും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും ഇൻ്റർഫിയറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഗവൺമെൻറ്റാണ് ഫണ്ട് ചെയ്തത്. ഗവൺമെൻറ് ഫണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ ഇതിൽ കുറച്ച് സ്വാധീനം ചെയ്യാൻ സാധ്യതയുണ്ട്. ബട്ട് മറ്റേത് ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി എൻ്റെ ബന്ധുക്കളെ അവിടെ നിയമിക്കും, മറ്റേ ബന്ധുക്കളെ ഇവിടെ നിയമിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതനുസരിച്ചൊക്കെ നിയമനങ്ങളോ അല്ലെങ്കിൽ പല കാര്യങ്ങളോ ഒക്കെ നടക്കും. ഇവിടെ അത്രയ്ക്കില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു പോസ്റ്റിലേക്ക് ഒഴിവ് വന്നു, 2 ആളുകളെ അതിൻ്റെ സെലക്ഷന് വേണ്ടി 2 ആളുകളുണ്ടെങ്കിൽ അതിലൊരാൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരാളാണ്, അയാൾക്ക് ബന്ധമുള്ള ഒരാളാണ്. മറ്റേ ആളൊരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ, അതായത് സാധാരണ ഒരാളാണെങ്കിൽ ആർക്കാണ് ജോലി കിട്ടാൻ ചാൻസ് കൂടുതൽ? പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബന്ധമുള്ള ആൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇതിൽ വരാറുണ്ട്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മേജർ ഡിസിഷൻസ് എന്തെങ്കിലും എടുക്കേണ്ട കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹ്യൂജ് ഫണ്ട്സ്, ഒരു ഡേ ടു ഡേ സെറ്റ് ലിമിറ്റിൽ മേളിലുള്ള എന്തെങ്കിലും ഹ്യൂജ് ഫണ്ട്സ് ഇൻവോൾവ് ചെയ്യുന്ന കേസിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഉണ്ട്. പിന്നെ ഇവർ ആളുകളായിട്ട് പബ്ലിക്കായിട്ട് ഡീൽ ചെയ്യുന്ന കേസിൽ എന്തായാലും കറപ്ഷൻ ഉണ്ടാവുമല്ലോ. കറപ്ഷൻ ചിലപ്പോൾ കുറച്ച് എംപ്ലോയീസ് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കൂടെ ഈ ഓർഗനൈസേഷനിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. സോ നോർമൽ പബ്ലിക്കായിട്ട് ഡീൽ ചെയ്യുമ്പോൾ കറപ്ഷൻ എന്തായാലും വരും. ആളുകൾ ചിലപ്പോൾ കൈക്കൂലി ചോദിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കറപ്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷനാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലായിട്ട് ഇതിന് ടോപ്പിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് മാനേജ്മെൻറ്റ് ബോഡി ഡിസിഷൻസ് എടുക്കും, അവരത് ചെയ്യും, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യും എന്നെല്ലാം നമ്മൾ പഠിച്ചു. ബട്ട് ഈ ഇതിൻ്റെ ബോർഡിൽ, അതായത് ഇതിൻ്റെ ബോർഡിൽ, മാനേജ്മെൻറ്റ് ബോർഡിൽ ഗവൺമെൻറ് അഡ്വൈസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അഡ്വൈസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവർ ഡിസിഷൻസ് എടുക്കുന്ന സമയത്തോ ഡിസ്കഷൻസ് നടക്കുന്ന സമയത്തോ അവരവരുടെ അഡ്വൈസായിട്ടോ അല്ലെങ്കിൽ ഒപ്പീനിയനായിട്ടോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ഈ അഡ്വൈസസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് പറയുന്നത്. അപ്പോൾ ഇവർക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പറയുമ്പോൾ ജസ്റ്റ് അഡ്വൈസ് ആണ് അല്ലെങ്കിൽ ഒപ്പീനിയൻ ആണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നതെങ്കിലും ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരാൾ പറയുമ്പോൾ ഇവർക്കത് പറ്റില്ല, ഞങ്ങളത് എടുക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് ഫോം ചെയ്തത് ഗവൺമെൻറ്റാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അഡ്വൈസേഴ്സ് വഴി ഗവൺമെൻറ്റിന് ഇവരുടെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനോ സാധിക്കും ഒരു പരിധി വരെ. പിന്നെ എന്തെങ്കിലും കേസിൽ ഇവർ ബോർഡിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡിസഗ്രിമെൻറ്റ് വന്നു, അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ അത് പിന്നെയും ഫൈനൽ ഡിസിഷന് ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിൽ അതാത് അതോറിറ്റിയിലൊക്കെ പോയി അത് ഫൈനൽ ഡിസിഷനായി വരാനായിട്ട് പിന്നെയും ഡിലേ എടുക്കും. സമയം പിന്നെയും ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ 2 days അല്ലെങ്കിൽ 1 week കൊണ്ട് എടുക്കുന്നതാണെങ്കിൽ അവിടെ അത് ഡിസഗ്രിമെൻറ്റ് വന്നു, അത് ഗവൺമെൻറ് തലത്തിലൊക്കെ പോയി അപ്രൂവലായൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 1 month അല്ലെങ്കിൽ അതിന് മേളിലൊക്കെ എടുത്തു എന്ന് വരാം. സോ അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, വേറൊരു ഡ്രോബാക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ കേസിൽ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും ഡീമെറിറ്റ്സും പഠിച്ചു. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ബാക്കി വീഡിയോസ്, ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കത് ക്ലിയർ ചെയ്യാം. സോ സ്റ്റഡി വെൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.